ഈ വീഡിയോ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഒരു ജിം നാട്ടിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. കാരണം എല്ലാവരും പറയാം നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇവിടെ ഇല്ല, എല്ലാവരും വിദേശത്തേക്ക് പോവാണ്, നാട്ടിലിവിടെ യുവാക്കൾക്ക് തൊഴിലില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതിനു മുമ്പ് ഈ മിഡിൽ ക്ലാസ്സിലുള്ള കുട്ടികൾ ഇവിടുന്ന് കയറി പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒന്നാമതായി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ യുവാക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത പ്രധാനപ്പെട്ട ഒരു കാരണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടല്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ അത്യാവശ്യം സിബിൽ സ്കോർ ഒക്കെ ഉണ്ടെങ്കിൽ ഏത് ബാങ്കിൽ നിന്നും നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ ലോൺ സാങ്ഷൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഹൈ റെന്റ് ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ നാട് തന്നെ തിരുവല്ല തന്നെ എടുക്കാം. തിരുവല്ല എന്ന് പറയുന്നത് ചെറിയൊരു ടൗൺ ആണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ തിരുവല്ലയിൽ ചോദിക്കുന്ന റെന്റ് എന്ന് പറയുന്നത് കോഴിക്കോടും അതുപോലെ കൊച്ചിയും ബാംഗ്ലൂരും കൊടുക്കുന്ന റെന്റാണ് ഈ തിരുവല്ലയിൽ ചോദിക്കുന്നത്. അതുപോലെ കോയമ്പത്തൂരും നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടുത്തെ സെയിം റെന്റാണ് ഇവർ ഈ തിരുവല്ലയിൽ ചോദിക്കുന്നത് ഈ ഒരു ചെറിയ ടൗണിൽ. ഇപ്പോൾ നമുക്ക് ജിമ്മിന്റെ കാര്യം തന്നെ എടുക്കാം. ഒരു ജിമ്മ് തുടങ്ങണമെങ്കിൽ മിനിമം 2000 to 3000 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം. ഈ തിരുവല്ലയിൽ ഈ സ്ക്വയർ ഫീറ്റിന് ഇവർ ചോദിക്കുന്നത് അത് ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോഴാണ് ആലോചിക്കണം, താഴെയല്ല. 30 രൂപ മുതൽ 100 രൂപ വരെയാണ് സ്ക്വയർ ഫീറ്റിന് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ജിമ്മിന്റെ കണക്കൂടെ ഞാൻ കാണിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ലാഭവും നഷ്ടവും മനസ്സിലാക്കി തരാം. ഒരു 3000 സ്ക്വയർ ഫീറ്റ് ജിമ്മ് നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ 40 രൂപ സ്ക്വയർ ഫീറ്റിന് കൂട്ടിയാൽ തന്നെ ഏകദേശം 1,20,000 രൂപ മാസം റെന്റ് വരും. കറണ്ട് ചാർജ് എങ്ങനെ പോലും കുറഞ്ഞത് എ സി ജിം ആണെങ്കിൽ 25,000 to 30,000 രൂപയെങ്കിലും വരും. ഒരു 3 ട്രെയിനറെങ്കിലും 3000 സ്ക്വയർ ഫീറ്റ് ജിമ്മി വേണം. അപ്പോൾ സാലറി തന്നെ 45,000, ബേസിക് സാലറി ആണ് 45,000 രൂപ, 3 പേർ കൂടെ 45,000 രൂപ. പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചിലവെല്ലാം കൂടെ 5,000 രൂപ. സോ ഒരു ജിമ്മിന്റെ ഒരു മാസത്തെ ബേസിക് ചിലവാണ്, അല്ലാതെ ഫുള്ള് ചിലവല്ല. 2,10,000 രൂപയാണ് ഇത്. ഈ ജിമ്മിന് ലോൺ ഉണ്ടെങ്കിൽ അത് കൂട്ടാതെ ജിമ്മ് റൺ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ചിലവാണ്. ഇനി നമുക്ക് ഇതിന്റെ ലാഭം അല്ലെങ്കിൽ ടോട്ടൽ ഏണിങ്സ് കൂടെ എത്രയാണെന്ന് നോക്കാം. നോർമൽ ജിമ്മിന് ഒരു 100 മെമ്പേഴ്സിനെ മാത്രമേ നമുക്ക് കണക്ക് കൂട്ടൂ. എങ്ങനെ പോലും ഒരു 2,000 രൂപ മന്ത്ലി ഫീസ് വെച്ചാലും 2 ലക്ഷം രൂപയായിരിക്കും ആ ജിമ്മിന്റെ ഒരു മാസത്തെ വരുമാനം. ഇതിൽ ഞാൻ പേഴ്സണൽ ട്രെയിനിങ് കൂട്ടിയിട്ടില്ല, കാരണം എപ്പോഴും പേഴ്സണൽ ട്രെയിനിങ് കിട്ടണമെന്നില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 2 ലക്ഷവും ബേസിക് ജിമ്മ് റൺ ചെയ്യാൻ വേണ്ട ചിലവ് എന്ന് പറയുന്നത് 2,10,000. എന്നാൽ ഈ സ്വപ്ന ലോകത്തെ റെന്റും പിടിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു കാര്യം ആലോചിക്കുക, ഇവർ ഏതെങ്കിലും ബിൽഡിംഗ് റെന്റിന് കൊടുക്കുന്നുണ്ടോ? അതുമില്ല. കാരണം 10-20 വർഷമായിട്ട് വെറുതെ പൂട്ടിക്കിടക്കുന്ന ബിൽഡിങ്ങുകൾ എനിക്കറിയാം. എന്നാൽ പൂട്ടിക്കിടന്നാലും ഇവന്മാർ ഈ റെന്റ് കുറച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല. കാരണം ലക്ഷങ്ങൾ അക്കൗണ്ടിൽ കിടപ്പുണ്ട്, ഇല്ല കോടികൾ അക്കൗണ്ടുണ്ട്, ലക്ഷങ്ങളായിരിക്കും മാസം ടാക്സ് കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ ചെറിയ റെന്റ് എന്നായിരിക്കും അവരുടെ ധാരണ. നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് തരുന്ന 1% സപ്പോർട്ട് പോലും ഈ കാശുള്ള ബിൽഡിംഗ് ഓണേഴ്സ് തരുന്നില്ല. ഇതുകൊണ്ട് മനസ്സ് മടിച്ചാണ് ഈ പാവപ്പെട്ട കുട്ടികളും അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലിയുള്ള കുട്ടികളും നാട് വിട്ടു പോകുന്നത്. കാരണം ഇവിടെ ഒരു ബിസിനസ്സും ചെയ്യാൻ പറ്റില്ല ഇത്രയും ഹൈ റെന്റ് കൊടുത്തുകൊണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ വൻകിട കോർപ്പറേറ്റുകൾ വന്ന് ചോദിക്കുമ്പോൾ ഇത്രയൊന്നും റെന്റ് ഈ ബിൽഡിംഗ് ഓണേഴ്സിന് പറയണ്ട. ഉദാഹരണ സഹിതം ഞാൻ പറയാം. ഞങ്ങള് 1 ലക്ഷം രൂപയ്ക്ക് കണ്ട ഒരു ബിൽഡിങ് ഒരു വൻകിട കോർപ്പറേറ്റ് വന്ന് ചോദിച്ചപ്പോൾ കൊടുത്തത് വെറും 35,000 രൂപയ്ക്കാണ്. അതും 10 വർഷം ലീസിന്. ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങൾ ചെറുപ്പക്കാര് നാട്ടിൽ നടത്തുന്നുണ്ടെങ്കിൽ അതൊരു 10% ബിൽഡിംഗ് ഓണേഴ്സിന്റെ കരുണ കൊണ്ടാണെന്ന് ഞാൻ പറയും. തിരുവല്ലയിലെ 90% ബിൽഡിംഗ് ഓണേഴ്സും NROകളാണ്, അതായത് ഫോറിൻ കൺട്രീസിലാണ് അവരുടെ സിറ്റിസൺഷിപ്പ്. സോ നമ്മൾ ഇവിടുന്ന് ഒരു മാസം റെന്റ് ഇടുവാണെങ്കിൽ 32% ഗവൺമെന്റ് ടാക്സ് ആയിട്ടാണ് പോകുന്നത്. സോ 1 ലക്ഷം രൂപ റെന്റ് പറയുവാണെങ്കിൽ 32,000 രൂപ ഗവൺമെന്റിലേക്ക് പോകും. സോ ഇതും കൂടെ നഷ്ടം സഹിക്കേണ്ടത് ആരാണ്? നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാരാണ്. ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഈ 32% കൂടെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒട്ടുമിക്ക ബിസിനസ് സ്ഥാപനങ്ങളും റൺ ചെയ്യുന്നത് ഈ റെന്റ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. കാരണം ഈ സാലറിയും അതും ഇതും എല്ലാം കൊടുത്തു വരുമ്പോഴത്തേന് ഓണറുടെ കയ്യിൽ ലാസ്റ്റിൽ ഒന്നും കാണത്തില്ല. എത്ര സ്ഥാപനങ്ങളാണ് 3 മാസം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് പൂട്ടിപ്പോകുന്നത്. പൂട്ടിപ്പോകുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ പിന്നിൽ ഒരാളുണ്ടെന്നും അയാൾ എത്രമാത്രം സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ആ സ്ഥാപനം തുടങ്ങുന്നത്, പൂട്ടിപ്പോകുമ്പോൾ അദ്ദേഹത്തിന് എത്ര നഷ്ടം സംഭവിക്കുന്നുണ്ടെന്നും കൂടെ നിങ്ങളൊന്ന് ആലോചിക്കണം. അവസാനം ഈ കടങ്ങളൊക്കെ വീടാൻ വേണ്ടി ഇവൻ ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ട് എന്തെങ്കിലും പണി ചെയ്ത് കടങ്ങൾ വീട്ടേണ്ടി വരും. സോ നിങ്ങൾ പറയുന്ന ഈ റെന്റ് ഒന്നും കൊടുത്തിട്ട് ഇവിടെ ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം നിങ്ങൾ റിയാലിറ്റി ആദ്യം മനസ്സിലാക്കുക. എല്ലായിടത്തെയും കാര്യം എനിക്കറിയില്ല, ഞാൻ പറഞ്ഞത് തിരുവല്ലയിലെ കാര്യമാണ്. തിരുവല്ലയിൽ അതിനുള്ള മാർക്കറ്റ് ഇല്ല. അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ 3-6 മാസം കഴിഞ്ഞ് പൂട്ടി പോകുന്ന സ്ഥാപനങ്ങളും വർഷങ്ങളായി ആളുകൾ റെന്റിനെടുക്കാതെ പൂട്ടിക്കിടക്കുന്ന ബിൽഡിങ്ങുകളും. സോ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും കുറച്ച് തൊഴിലവസരം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ നിങ്ങളോ?